നമസ്കാരം. മലയാളി UK ന്യൂസിലേക്ക് സ്വാഗതം. മലയാളി ട്രക്ക് ഡ്രൈവേഴ്സ് കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം ഫെബ്രുവരി 7, 8, 9 തീയതികളിലായി ഇംഗ്ലണ്ടിലെ നോട്ടിംഗ്ഹാമിൽ രൂപീകൃതമായ മലയാളി ട്രക്ക് ഡ്രൈവേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ബ്രിക്കറ്റ് ട്രക്കേഴ്സ് കൂട്ടായ്മയുടെ 2025 വാർഷിക സമ്മേളനം പീക്ക് ഡിസ്ട്രിക്റ്റിലെ തോൺബ്രിഡ്ജ് ഔട്ട്ഡോർ ഹോട്ടലിൽ വെച്ച് നടക്കുന്നു. ഈ വാർഷിക സമ്മേളനത്തിൽ വലിയൊരു വിഭാഗം മലയാളികളെ ബാധിക്കുന്ന വിഷയങ്ങളെ ആസ്പദമാക്കി ചർച്ചകളും സെമിനാറുകളും സംഘടിപ്പിക്കുന്നു. ഒരേ തൊഴിൽ മേഖലയിലുള്ള മലയാളികളുടെ ആദ്യത്തെ കൂട്ടായ്മയായ ബ്രിക്കറ്റ് ട്രക്കേഴ്സിന്റെ വാർഷിക സമ്മേളനത്തിൽ ഏവരെയും ക്ഷണിക്കുന്നതായി ഭാരവാഹികളായ റോയ് തോമസ്, രാജീവ് ജോൺ, ടോസി സക്രിയ, ബിജു തോമസ് എന്നിവർ പറഞ്ഞു. ലണ്ടനിലെ ആദ്യകാല മലയാളികളിൽ ഒരാളായ ഗിൽബർട്ട് റോമൻ മരണമടഞ്ഞു. ലണ്ടനിലെ ആദ്യകാല മലയാളികളിൽ ഒരാളും ലണ്ടൻ മലയാളികൾക്കിടയിൽ ഏറെ സുപരിചിതനുമായ ഗിൽബർട്ട് റോമൻ ബിസിനസ് ആവശ്യങ്ങൾക്കായി മലേഷ്യയിലെ കോലാലംപൂരിലായിരുന്നപ്പോൾ ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞു. ഈസ്റ്റ് ഹാമിലായിരുന്നു കുടുംബസമേതം താമസിച്ചിരുന്നത്. ആവശ്യക്കാർക്ക് സഹായഹസ്തം ഒരുക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു ഗിൽബർട്ട് റോമൻ. മരണം സംഭവിച്ചത് മലേഷ്യയിലായതിനാൽ നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിച്ചാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഗിൽബർട്ട് റോമന്റെ വേർപാടിൽ യുഗ്മ ദേശീയ നേതൃത്വം അനുശോചനം രേഖപ്പെടുത്തി. ഇംഗ്ലണ്ടിൽ സ്കൂൾ ഹോളിഡേ ഫൈനായി കഴിഞ്ഞ വർഷം മാതാപിതാക്കൾ അടച്ചത് റെക്കോർഡ് ഫൈൻ. കഴിഞ്ഞ അധ്യയന വർഷം 4,43,322 പൗണ്ടാണ് ഇത്തരത്തിൽ വിവിധ കൗൺസിലുകൾക്ക് മാതാപിതാക്കൾ ഫൈനായി നൽകിയതെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൾ. 2016-17 അധ്യയന വർഷത്തിലാണ് സ്കൂളുകളിൽ നിന്നും അവധിയെടുത്തു പോകുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഫൈൻ വിധിക്കാൻ സർക്കാർ ആരംഭിച്ചത്. അംഗീകൃത അവധി ദിവസങ്ങൾക്ക് പുറമെ കുട്ടികളെ സ്കൂളിൽ അയക്കാതെ അവധിയെടുത്ത് കറങ്ങി നടക്കുന്ന മാതാപിതാക്കളെ നിയന്ത്രിക്കാനാണ് ഫൈൻ സംവിധാനം സർക്കാർ നടപ്പിലാക്കിയത്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി മാതാപിതാക്കളാണ് ഇത്തരത്തിൽ കുട്ടികളുമായി ദീർഘകാല അവധിക്ക് പോകുന്നവരിൽ ഏറെയും. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 3,500 പൗണ്ടിൽ കൂടുതലുള്ളവർക്ക് അപ്രതീക്ഷിത ടാക്സ് ബിൽ മുന്നറിയിപ്പുമായി HMRC. ബാങ്ക് അക്കൗണ്ടിലെ സമ്പാദ്യത്തിന്റെ പലിശ HMRC സ്വയമേവ കണക്കുകൂട്ടുമെന്ന് റിപ്പോർട്ടുകൾ. പലിശയിൽ നിന്നുള്ള വരുമാനവും ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ വ്യക്തികൾക്ക് അധിക നികുതി അറിയിപ്പ് ലഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു അടിസ്ഥാന നികുതി മാത്രം നൽകുന്ന ഒരാൾക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ നികുതി ചുമത്താതെ 1000 പൗണ്ട് സമ്പാദിക്കാൻ സാധിക്കും. ഇത് പേഴ്സണൽ അലവൻസ് എന്ന രീതിയിലാണ് വകയിരുത്തുന്നത്. എന്നാൽ ഈ ആനുകൂല്യം 50,270 പൗണ്ട് വരുമാനം നേടുന്നവർക്ക് മാത്രമേ ലഭ്യമാകുകയുള്ളൂ. 50,271 പൗണ്ടോ അതിൽ കൂടുതലോ വരുമാനമുള്ളവർക്ക് പേഴ്സണൽ സേവിങ്സ് അലവൻസ് 500 പൗണ്ടായി കുറയ്ക്കും. നിലവിൽ പല ഫിക്സഡ് സേവിങ്സ് അക്കൗണ്ടുകളും 5% അല്ലെങ്കിൽ അതിൽ കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്യുന്നതിനാൽ 3,500 പൗണ്ട് ഒരു ഫിക്സഡ് സേവിങ്സ് അക്കൗണ്ട് 5% നിരക്കിൽ 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ 500 പൗണ്ടിൽ കൂടുതൽ പലിശ ലഭിക്കും. 4 കിടപ്പുമുറികളുള്ള വീടുകൾക്കായി കുടുംബങ്ങൾക്ക് 200 വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് റിപ്പോർട്ട്. ബാത്ത്, നോർത്ത് ഈസ്റ്റ്, സോമർസെറ്റ് കൗൺസിലിന്റെ ഭവന പട്ടികയിലുള്ള 4 കിടപ്പുമുറികളുള്ള വീട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കുടുംബങ്ങൾക്ക് 200 വർഷത്തെ കാത്തിരിപ്പ് നേരിടേണ്ടി വരുമെന്ന് കൗൺസിലിന്റെ ഹെഡ് മുന്നറിയിപ്പ് നൽകുന്നു. 2023 അവസാനത്തിൽ 4,923 ഫാമിലികളാണ് കൗൺസിലിന്റെ 500 മുതൽ 600 വരെ വരുന്ന വർഷാവർഷം ലഭ്യമാകുന്ന സോഷ്യൽ ഹോമുകൾക്കായി മത്സരിച്ചിരുന്നത്. 2024 ആയപ്പോഴേക്കും 4.5 വർഷം കാത്തിരിക്കേണ്ടി വന്നാൽ സോഷ്യൽ ഹോമുകൾ ലഭിക്കുമെന്ന അവസ്ഥയായി. എന്നാൽ 4 അതിലധികമോ കിടപ്പുമുറികളുള്ള വീടുകൾക്കായി വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് വേണ്ടിവരുമെന്ന് റിപ്പോർട്ടുകൾ. UK മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണം ഇനി മുതൽ കർശനമായ നിരീക്ഷണത്തിന് വിധേയമാകുമെന്ന് റിപ്പോർട്ടുകൾ. വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ പണം നാട്ടിലേക്ക് അയക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതാണ് കർശന നടപടികൾക്ക് സർക്കാരിനെ പ്രേരിപ്പിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. UK ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ സ്റ്റഡി വിസയിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള അവസരവുമുണ്ട്. ഇങ്ങനെ പഠനത്തോടൊപ്പം ജോലി ചെയ്ത് വീട്ടിലേക്ക് പണം അയക്കുന്നവർ ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം. വിദ്യാർത്ഥി വിസയിൽ പോകുന്നവർ സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്തുന്നത് ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കാൻ സഹായിക്കുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ബജറ്റിൽ പ്രവാസി ഇന്ത്യക്കാരുടെ സാമ്പത്തിക ഇടപാടുകളെ നിരീക്ഷിക്കുമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന് നികുതിയില്ല എന്ന സൗകര്യം മുതലെടുത്ത് വെട്ടിപ്പ് നടത്തുന്നു എന്ന സംശയം ശക്തമാണ്. ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയിൽ വരുമാനമുള്ള പ്രവാസികൾ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ വരുമാനമില്ലെങ്കിൽ പോലും ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസികൾ നികുതി റിട്ടേൺസ് സമർപ്പിക്കുന്നത് ഉചിതമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വരുമാനമില്ലാത്തതായി കാണിച്ച് നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിലൂടെയാണ് ഇതിന് സാധിക്കുന്നത്. എയർ ഇന്ത്യയുമായി ചർച്ച നടത്തി സിയാൽ ലണ്ടൻ സർവീസ് പുനരാരംഭിക്കും.
കേരളത്തിൽ നിന്നുള്ള ഏക യൂറോപ്യൻ സർവീസായ എയർ ഇന്ത്യ കൊച്ചി ലണ്ടൻ വിമാനം മാസങ്ങൾക്കുള്ളിൽ പുനരാരംഭിച്ചേക്കും. മാർച്ച് 28 മുതൽ സർവീസ് നിർത്തിവെക്കാനുള്ള എയർ ഇന്ത്യയുടെ അറിയിപ്പിനെ തുടർന്നാണ് സിയാൽ അധികൃതർ ബുധനാഴ്ച എയർ ഇന്ത്യയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച ധാരണയായത്. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് കൊച്ചിയിൽ നിന്ന് ലണ്ടൻ ഗ്യാറ്റ്വിക്കിലേക്ക് എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനം നിലവിൽ സർവീസ് നടത്തുന്നത്. നിലവിലെ ശീതകാല ഷെഡ്യൂൾ അവസാനിക്കുന്നതോടെ തിരക്കേറിയ ഈ സർവീസ് മാർച്ച് 28 നിർത്തുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ബുധനാഴ്ച ഗുർഗാവിലെ ആസ്ഥാനത്ത് എയർ ഇന്ത്യ അധികൃതരുമായി ചർച്ച നടത്തി. എയർ ഇന്ത്യ ഗ്രൂപ്പ് ഹെഡ് പി ബാലാജി, സിയാൽ എയർപോർട്ട് ഡയറക്ടർ മനു ജി എന്നിവർ പങ്കെടുത്തു. എയർ ഇന്ത്യയുടെ ലണ്ടൻ വിമാന സർവീസ് ലാഭകരമാക്കാനുള്ള പാക്കേജ് ചർച്ചയിൽ സിയാൽ അവതരിപ്പിച്ചു. സർവീസ് മുടങ്ങാതിരിക്കാൻ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഏകദേശ ധാരണയായി. ഇക്കാര്യത്തിൽ സാങ്കേതിക അനുമതിക്ക് ശേഷം മാസങ്ങൾക്കുള്ളിൽ സർവീസ് പുനരാരംഭിക്കാനാകുമെന്നും വിമാനങ്ങളുടെ ലഭ്യത അനുസരിച്ച് ഈ റൂട്ടിൽ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാകുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. UK പൗരത്വത്തിനുള്ള കുറഞ്ഞ കാലാവധി 15 വർഷമാക്കണമെന്ന് കെമി ബഡനോക്ക്. കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവ് കെമി ബഡനോക്ക് BBC-യുമായി നടത്തിയ അഭിമുഖത്തിൽ UK സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതുമായി സംബന്ധിച്ച് നടത്തിയ പ്രസ്താവനയിൽ ഇതിനുള്ള കാലാവധി നിലവിലെ 6 വർഷത്തിൽ നിന്ന് 10-15 വർഷമാക്കി മാറ്റണമെന്ന് അഭിപ്രായപ്പെട്ടു. നിലവിൽ UKയിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ പദവിക്ക് അപേക്ഷിക്കാനായി കുറഞ്ഞത് 5 വർഷം UKയിൽ ജോലി ചെയ്തിരിക്കണം എന്നാണ് നിബന്ധന. എന്നാൽ ഇത് 15 വർഷമാക്കണമെന്നാണ് കെമി ബഡനോക്ക് പോളിസി സംബന്ധമായ തന്റെ നിലപാട് ആദ്യമായി വ്യക്തമാക്കിയത്. നിലവിലെ നിയമങ്ങളിൽ സിറ്റിസൺഷിപ്പിനായി അപേക്ഷിക്കുന്നവർ ഒരു കൺവെയർ ബെൽറ്റ് പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതിന് മാറ്റം ആവശ്യമാണെന്നും പറഞ്ഞു. ബോർഡർ സെക്യൂരിറ്റി, അസൈലം ആൻഡ് എമിഗ്രേഷൻ ബില്ല് പാർലമെന്റിൽ അടുത്തയാഴ്ച ചർച്ചയ്ക്ക് എടുക്കാനിരിക്കെയാണ് തന്റെ നിലപാട് കെമി വ്യക്തമാക്കിയത്. നൈജൽ ഫരാജിന്റെ റിഫോം UK പാർട്ടിയുടെ ജനപ്രീതിയിലുള്ള വളർച്ച കണ്ടുകൊണ്ടാണോ ഇത്തരത്തിലൊരു അഭിപ്രായം എന്ന ചോദ്യത്തിന് തന്റെ കൺസർവേറ്റീവ് പാർട്ടി ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുക്കേണ്ടത് ആവശ്യമാണെന്നും പ്രതികരിക്കുന്ന പാർട്ടിയെ പൊതുജനം ശ്രദ്ധിക്കുമെന്നും കെമി പറഞ്ഞു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാക്കുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.